നമസ്കാരം, വെൽക്കം ടു M7 ലേണിംഗ് ആപ്പ്. M7 ലേണിംഗ് ആപ്പിൻ്റെ മറ്റൊരു മനോഹരമായ യൂട്യൂബ് വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ പഠനമൊക്കെ ഉഷാറാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വരാനിരിക്കുന്ന VFA മത്സര പരീക്ഷയെ നേരിടാൻ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരള PSC വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ VFA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു കേരള ചരിത്ര ഈ പറയപ്പെട്ട PYQ സീരീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം കാണാൻ സാധിക്കും. അധികം ഈ പറയപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നില്ല. നമുക്ക് ചോദ്യങ്ങളിലേക്കും അതിൻ്റെ ആൻസറിലേക്കും വ്യക്തമായിട്ട് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോകൾ യഥാക്രമം തടസ്സം കൂടാതെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ അല്ലേ? പക്ഷേ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. എന്താണ് ചോദ്യം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഇത് കേരള PSC ചോദ്യമാണ്. നമ്മൾ 2023 കേരള PSC ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രസ്താവനകൾ. 1. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 2. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. 3. AG വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. ഈ രീതിയിൽ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ശരിയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ A 1ഉം 3ഉമാണെന്ന് പറയുന്നു. ഓപ്ഷൻ B 1ഉം 2ഉം 3ഉം, അതായത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ C 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ D 1ഉം 2ഉമാണ് ശരി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ശരിയായ ആൻസറിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതിനോടകം തന്നെ ഉദ്യോഗാർത്ഥികളായ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. പലരും ആൻസർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയെന്ന് ചോദിച്ചാൽ ഇവിടെ 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അല്ലേ? അതായത് സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അല്ലേ? മാത്രമല്ല 25 സത്യാഗ്രഹം അവസാനിപ്പിച്ചതായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട്. അപ്പോൾ 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരി. അപ്പോൾ 1ഉം 2ഉം ആൻസറായി വരുന്ന ഓപ്ഷൻ ഏതാ? യെസ്, ഓപ്ഷൻ D ആണ് ഇവിടെ ശരിയായ ആൻസർ. അതായത് 1ഉം 2ഉമാണ് ശരി. ഓക്കെ, നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ശ്രദ്ധിച്ചോണേ, അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് മാസം 30 ആരംഭിച്ച് 1925 നവംബർ മാസം 23 അവസാനിച്ച സത്യാഗ്രഹം. വ്യക്തമായി പറഞ്ഞാൽ 603 ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹം. ഓക്കെ, ഒരിക്കൽ കൂടി വിശദമായി പഠിക്കുകയാണെങ്കിൽ 20 മാസക്കാലം നീണ്ടുനിന്ന സത്യാഗ്രഹമാണ് ഇത് വൈക്കം സത്യാഗ്രഹം. നമ്മുടെ ഏത് നാട്ടുരാജ്യം? തിരുവിതാംകൂർ നാട്ടുരാജ്യം കേന്ദ്രീകരിച്ച്. ഇന്നത്തെ ഏത് ജില്ല? കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച്. ഏത് ക്ഷേത്രം? വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ച്. ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികൾ അവർണർക്കായി തുറന്നു കൊടുക്കുക എന്ന പ്രഖ്യാപനം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്
വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതുമായി തന്നെയാണ് സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും 2 സവർണജാഥകളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന് നമ്മുടെ എം.ഇ. നായിഡു നയിച്ച സവർണജാഥയും 2 നമ്മുടെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഭാരത കേസരിയായ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മന്നത്ത് പത്മനാഭൻ സ്വീകരിച്ച സവർണ ജാഥ. ഇത് 2ആണ് വൈക്കം സത്യാഗ്രഹവുമായി കണക്ട് ചെയ്യുന്ന സവർണ ജാഥകൾ. അതിൽ മന്നത്തിലേക്ക് വരികയാണെങ്കിൽ മന്നം സവർണ ജാഥ നയിക്കുന്നത് ഗാന്ധിജി നിർദ്ദേശാനുസരണമാണ് അല്ലേ. 1924 വ്യക്തമായി പഠിച്ചോ. 1924 നവംബർ മാസം 1-നാണ് ഗാന്ധിജിയുടെ നിർദ്ദേശാനുസരണം മന്നത്ത് പത്മനാഭൻ സവർണ ജാഥയ്ക്ക് തുടക്കം കുറിക്കുന്നു. എവിടെ നിന്ന്? വൈക്കത്ത് നിന്ന്. എവിടെ നിന്നാടാ? വൈക്കത്ത് നിന്ന്. വൈക്കത്ത് നിന്ന് ആരംഭിച്ച സവർണ ജാഥ അദ്ദേഹം അവസാനിപ്പിച്ചെവിടെയാ? യെസ്, തിരുവനന്തപുരം ജില്ലയിലാണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് മന്നത്ത് പത്മനാഭൻ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നിർദ്ദേശാനുസരണം എന്ത് സംഘടിപ്പിക്കുന്നു? നമ്മുടെ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. ഓക്കെ അല്ലേ? അത് വ്യക്തമായി പഠിച്ചോണേ. 1924 നവംബർ 1-ന് ഈ ജാഥ ആരംഭിക്കുന്നു. 1924 നവംബർ മാസം 12-ഓടുകൂടി ഈ ജാഥ എവിടെ എത്തിച്ചേരുന്നു? തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേരുന്നു. 1924 നവംബർ മാസം 12-ഓടുകൂടി. എന്നാൽ ഞാൻ മറ്റൊരു സവർണ ജാഥയെക്കുറിച്ച് പറഞ്ഞില്ലേ? നമ്മുടെ എം.ഇ. നായിഡു നയിച്ച സവർണ ജാഥ. ഇത് ആരംഭിക്കുന്നത് നാഗർകോവിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയാണ് എം.ഇ. നായിഡു നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടു. ആരാണ്? എം.ഇ. നായിഡു നേതൃത്വത്തിൽ. എം.ഇ. നായിഡു നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് നാഗർകോവിൽ ടു തിരുവനന്തപുരമാണ്. ഈ 2 സവർണ ജാഥകളും എവിടെ മെർജ് ചെയ്യപ്പെടുന്നുണ്ട്? തിരുവനന്തപുരത്ത് വെച്ച് സംയോജിപ്പിക്കുകയും ഈ സവർണ ജാഥയിലുടനീളം സ്വീകരിക്കപ്പെട്ട സവർണരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ഏകദേശം 25,000 പേർ ഒപ്പിട്ട ഒരു നിവേദനം 1924 നവംബർ മാസം 12-ന് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണേ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ അന്ന് റാണിയായിരുന്ന റാണി സേതു ലക്ഷ്മി ഭായിക്ക് സമർപ്പിക്കപ്പെടുന്നതും വ്യക്തമായിട്ട് പഠിച്ചോണം. ഇതൊക്കെ സവർണ ജാഥയുടെ ഭാഗമാണ്. ആ സവർണ ജാഥ പൂർണ്ണമായും എന്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് മന്നത്ത് പത്മനാഭനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലേ. വിമോചന സമരം നമുക്കറിയാം 1959 ഒന്നാമത്തെ EMS മന്ത്രിസഭയ്ക്കെതിരെ ആ മന്ത്രിസഭയിൽ ഉയർന്നു വന്ന വിദ്യാഭ്യാസ ബിൽ, കർഷക ബന്ധ ബിൽ എന്നിവയ്ക്കെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭമാണ് വിമോചന സമരം. അതിൻ്റെ ഭാഗമായി മന്നം ജീവശിഖ ജാഥ നയിച്ച വ്യക്തിയാണ്. ജീവശിഖ ജാഥ. ഓക്കെ, വ്യക്തമായി പറഞ്ഞാൽ 1959 ജൂൺ മാസം 12-ന് നമ്മുടെ എറണാകുളം ജില്ലയിലെ അങ്കമാലി മുതൽ ഇവിടം വരെ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ സംഘടിപ്പിച്ചതും മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അപ്പൊ സവർണ ജാഥയും പഠിച്ചോണം. അദ്ദേഹവുമായി കണക്ട് ചെയ്യുമ്പോൾ ജീവശിഖ ജാഥയും വ്യക്തമായി പഠിച്ചോണം. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന 100% ശരിയാണ്. ഓക്കെ അല്ലേ. രണ്ടാമതായി പറയുന്നത് എന്താ? 25-ൽ സത്യാഗ്രഹം അവസാനിച്ചു അല്ലേ. 24 മാർച്ച് മാസം 30-ന് ആരംഭിച്ച് 1925-ൽ ഈ സത്യാഗ്രഹം അവസാനിക്കുന്നുണ്ട്. എന്താ കാരണം? 1925 നവംബർ മാസം 23-ന് തിരുവിതാംകൂർ ഗവൺമെന്റ് ഒരു വിളംബരം പുറത്തിറക്കുന്നു. എന്താ വിളംബരം? കിഴക്കേ നട ഒഴികെയുള്ള മറ്റ് പൊതുവഴികൾ അവർണർക്കായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ വിളംബരം പ്രഖ്യാപിച്ച വർഷം വിത്ത് ഡേറ്റ് ആണ് 1925 നവംബർ മാസം 23. ഓക്കെ അല്ലേടാ. അപ്പൊ ആ വിളംബരം പ്രഖ്യാപിക്കുന്നതോടു കൂടിയാണ് 603 ദിവസം നീണ്ടുനിന്ന 20 മാസക്കാലം നീണ്ടുനിന്ന ഈ വൈക്കം സത്യാഗ്രഹം പൂർണ്ണമായി അവസാനിപ്പിക്കപ്പെടുന്നു. ഓക്കെ അല്ലേ. അപ്പൊ ആ രീതിയിൽ കിഴക്കേ നട ഒഴികെയുള്ള 3 വഴികളും അവർണർക്കായി തുറന്നു
കൊടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഈ സമരം അവസാനിപ്പിക്കാൻ കാരണമായത്. ആ ഒത്തുതീർപ്പ് ഫോർമുലയിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെ, ആരുടെ ശ്രമഫലമായിട്ടാണ് ആ ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാവുന്നത്, രൂപപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയും അന്ന് തിരുവിതാംകൂർ പോലീസ് കമ്മീഷണറായിരുന്ന WH പിറ്റും ചേർന്നുകൊണ്ടുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് 1925 നവംബർ മാസം 23 പ്രഖ്യാപനമായിട്ട് മാറുന്നു. അന്ന് തിരുവിതാംകൂർ പോലീസ് കമ്മീഷണറായിരുന്നു WH പിറ്റ്. ഓക്കെ അല്ലേ? കാരണം ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടല്ല, വൈക്കം സത്യാഗ്രഹം, വ്യക്തമായി പഠിച്ചോണേ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 25 എവിടം സന്ദർശിക്കുന്നുണ്ട്, നമ്മുടെ കേരളം സന്ദർശിക്കുന്നുണ്ട്. ആ അവസരത്തിൽ ഈ പറയപ്പെട്ട ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കുന്നു. ആ ഒത്തുതീർപ്പ് ഫോർമുലയാണ് 25 നവംബർ 23 സർക്കാർ ഔപചാരികമായി പുറത്തിറക്കുന്നതോടുകൂടി സമരം അവസാനിപ്പിക്കപ്പെടുകയാണ്, സത്യാഗ്രഹം അവസാനിപ്പിക്കപ്പെടുകയാണ്. വ്യക്തമായി പഠിച്ചോണേ. അപ്പൊ ഗാന്ധിജി കേരളത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ അവസരം കൂടിയാണ് 25 വ്യക്തമായി പഠിച്ചോണം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ഇനി എന്തുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞു? AG വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു എന്ന് പറഞ്ഞു. ഏത് സത്യാഗ്രഹമാണ് AG വേലായുധൻ എന്ന വ്യക്തിയുടെ മരണത്തെ തുടർന്ന് പിൻവലിച്ചതെന്ന് ചോദിച്ചാൽ അത് പാലിയം സത്യാഗ്രഹമാണ്. എന്താണ് പാലിയം അല്ലെ? എന്താണ് പാലിയം സത്യാഗ്രഹം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഐത്തത്തിനെതിരെ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയം. ഒന്നുകൂടെ പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിന് ശേഷം, എന്താടാ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയം അല്ലെ? 1947 ഡിസംബർ മാസം 4 ആരംഭിച്ച് 1948 മാർച്ച് മാസം അവസാനിപ്പിക്കപ്പെട്ട സത്യാഗ്രഹം. എത്ര ദിവസം? 100 ദിവസം. ഈ സമരത്തിന്റെ 100ാമത്തെ ദിവസം പോലീസ് ലാത്തി ചാർജിൽ മരണപ്പെട്ട വ്യക്തി, കൊല്ലപ്പെട്ട വ്യക്തിയാണ്, രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ് ആര്? AG വേലായുധൻ. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന്, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്നാണ് ആ പാലിയം സത്യാഗ്രഹം പിൻവലിക്കുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും എന്തുമായി ബന്ധപ്പെട്ടാണ്? പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമായി പഠിച്ചോണം. 47 മുതൽ 48 വരെ കൊച്ചി നാട്ടുരാജ്യം കേന്ദ്രീകരിച്ച്, ഇന്നത്തെ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച്, എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള ചേന്നമംഗലം കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പാലിയം സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടതെന്ന് വ്യക്തമായിട്ട് പഠിച്ചോണം. ഓക്കെ അല്ലേ? അപ്പൊ ആ പാലിയം സത്യാഗ്രഹത്തെ തുടർന്നാണ് പോലീസ് ലാത്തിചാർജിൽ 100ാമത്തെ ദിവസം ആര് കൊല്ലപ്പെടുന്നു? AG വേലായുധൻ കൊല്ലപ്പെടുന്നു, രക്തസാക്ഷിത്വം വരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റായി മാറി. 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രമേ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളായിട്ടുള്ളൂ. ക്ലിയർ അല്ലേടാ? അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പഠിച്ചോണം കേട്ടോ. ഈ പാലിയത്തച്ഛന്മാരുടെ കൽപ്പനയാണ്. പാലിയത്തച്ഛന്മാർ എന്ന് വെച്ചാൽ ആരാ? കൊച്ചിയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തികളാണ് പാലിയത്തച്ഛന്മാർ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ അവരുടെ കൽപ്പനയാണ് ഈ രീതിയിൽ പാലിയം സത്യാഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ പാലിയം സത്യാഗ്രഹമൊക്കെ വ്യക്തമായിട്ട് മത്സര പരീക്ഷയിൽ ആവർത്തന ചോദ്യങ്ങളായി വരുന്ന ഒരു മേഖല കൂടിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ ചോദ്യം എന്താ? ചോദ്യം 2025 വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചോദ്യം ഇതാണ്: തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര് എന്നതാണ് അവിടെ ചോദ്യം. ഓപ്ഷൻ എ കേണൽ മൺട്രോ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി രാജ കേശവദാസ് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനോടകം തന്നെ ഉദ്യോഗാർത്ഥിയായ നിങ്ങൾക്ക് ഇവിടെയും ഈ ചോദ്യത്തിൻ്റെ ആൻസർ ലഭിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം വളരെ നിസ്സാരമായ ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു ചോദ്യം. നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. നമുക്ക് നോക്കാം. നിങ്ങൾ ഈ പറയപ്പെട്ട സ്വീകരിച്ച ആൻസർ തന്നെയാണ് ഇവിടെ ആൻസറായി വരുന്നത്. എന്താ? ഓപ്ഷൻ ഡി, CP രാമസ്വാമി അയ്യർ തന്നെയാണ് അല്ലേ? അതായത് നമ്മുടെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ഇത് ആരംഭിക്കുന്ന വർഷം എന്നാ? ഒന്ന് പറഞ്ഞേ. യെസ്, കറക്റ്റ്. എന്നാ? 1938 തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കുന്നു. ഏത് വർഷമാണ്? 1938 പഠിച്ചോണം. എന്താണ്?
മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ അത് ആരുടെ കാലഘട്ടമാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടമാണ്. ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അല്ലെ? തിരുവിതാംകൂർ ഭരിച്ച അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കാലഘട്ടം 1931 മുതൽ 1949 വരെയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ 1938 എന്താരംഭിക്കുന്നു? സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിന് തുടക്കം കുറിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്ന വ്യക്തിയാണ് ആര്? സർ സി പി രാമസ്വാമി അയ്യർ. വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദിവാൻ കാലഘട്ടം പഠിച്ചോണം. 1936 മുതൽ 1947 വരെ തിരുവിതാംകൂർ ദിവാൻ പദവി അലങ്കരിച്ച വ്യക്തിയാണ് സർ സി പി രാമസ്വാമി അയ്യർ. വ്യക്തമായി പറഞ്ഞാൽ 1936 ഒക്ടോബർ മാസം അധികാരത്തിൽ വന്ന് 47 ഓഗസ്റ്റ് മാസം 19 തൻ്റെ ദിവാൻ പദവി ആര് ഒഴിയുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത്? സി പി ഉപേക്ഷിക്കുന്നത്. അപ്പോൾ 36 to 47 തിരുവിതാംകൂർ ദിവാൻ പദവി അലങ്കരിച്ച വ്യക്തിയാണ്. ഓക്കെ, മാത്രമല്ല 1931 മുതൽ 1936 വരെ നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ അഥവാ മുഖ്യ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച വ്യക്തിയും ആരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ദിവാനായിരിക്കുന്ന അവസരം. ഓക്കെ, അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദിവാനായ വ്യക്തിയല്ല എന്നൊക്കെ ബോധ്യപ്പെട്ടു. 31 മുതൽ 36 വരെ മുഖ്യ ഉപദേഷ്ടാവാണ്. അപ്പോൾ ആ ഒരു 5 വർഷത്തെ പ്രാഗൽഭ്യമാണ് അദ്ദേഹത്തിന് 36 ദിവാനാക്കി മാറ്റുന്നു. ശേഷമാണ് 38 സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കുന്നു. അപ്പോൾ ആരംഭിക്കുമ്പോൾ ഭരണാധികാരിയെ ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയും, ഈ പറയപ്പെട്ട ദിവാനെ ചോദിച്ചാൽ സർ സി പി രാമസ്വാമി അയ്യറാണെന്ന് കൂടി വ്യക്തമായിട്ട് അവിടെ പഠിച്ചോളാം. മാത്രമല്ല ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസാണ് പിൽക്കാലയളവിൽ എന്തായി രൂപാന്തരപ്പെടുന്നു? KSRTC ആയിട്ട് മാറുന്നു. KSRTC അല്ലെ? KSRTC മീൻസ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇത് KSRTC ആയിട്ട് മാറ്റപ്പെടുന്നത് 1965 കൂടി വ്യക്തമായി പഠിച്ചോണം. 1965 ഇതെന്തായി മാറുന്നു? KSRTC ആയിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ച വർഷം 1938 അതെന്ന് KSRTC ആയി രൂപാന്തരപ്പെടുന്നു? 1965 വ്യക്തമായി പഠിച്ചോണം. മാത്രമല്ല നമ്മുടെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം എന്ന 1937 1937 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി. ആ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുമ്പോഴും നമ്മുടെ തിരുവിതാംകൂറിന്റെ ദിവാൻ ആര് തന്നെയാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. മാത്രമല്ല ആ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VC അഥവാ വൈസ് ചാൻസലർ എന്ന പദവി വഹിച്ച വ്യക്തിയും ആരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. വ്യക്തമായി പഠിച്ചോളൂ. അപ്പോൾ 37 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടു. അതിൻ്റെ ആദ്യ VC പദവി വഹിച്ച വ്യക്തിമാരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. 37 രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലറെ ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയും ആദ്യ VCയെ ചോദിച്ചാൽ സർ സി പിയുമാണ്. ഓക്കെ, ഏത് വർഷം? 1937. ആ 37 രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സർവകലാശാലയാണ് 1987 കേരള യൂണിവേഴ്സിറ്റിയായി കേരള സർവകലാശാലയായി മാറ്റപ്പെടുന്നു. 1937 രൂപീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് എന്തായി? തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ് എന്തായി മാറുന്നു? 1987 കേരള സർവകലാശാലയായിട്ട് മാറുന്നു. ഇത് കേരളത്തിലെ ആദ്യ സർവകലാശാല കൂടിയാണ് കേരള യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ആദ്യ സർവകലാശാല കൂടിയാണ് കേരള യൂണിവേഴ്സിറ്റി. തുടക്കത്തിൽ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടു. 37 സ്ഥാപിതമാണ്. 57 കേരള യൂണിവേഴ്സിറ്റിയായി മാറുന്നു. ആ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയെ ചോദിച്ചാലും ആരാ? സർ സി പി രാമസ്വാമി അയ്യറാണ്. വ്യക്തമായി പഠിക്കുക. മാത്രമല്ല ഈ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റ് ചില സർവകലാശാലകളിലും ഇദ്ദേഹം VC പദവി വഹിക്കുന്നുണ്ട്. അതായത് 47
ഓഗസ്റ്റ് മാസം 19 ദിവാൻ പദവി ഉപേക്ഷിച്ചതിന് ശേഷം ഇദ്ദേഹം മറ്റ് ചില യൂണിവേഴ്സിറ്റികളിൽ VC ആയിട്ട് ചുമതല വഹിച്ചു. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് VC ആയി പദവി വഹിച്ചതെന്ന് ചോദിച്ചാൽ, ഒന്ന് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി, പഠിച്ചോണേ, അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലും ബനാറസ് ഹിന്ദു സർവകലാശാലയിലും അദ്ദേഹം VC പദവി വഹിച്ചു എന്ന് വ്യക്തമായി പഠിച്ചോണം. ഓക്കെ, അപ്പൊ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ VC ആയിരുന്നു? തിരുവിതാംകൂർ സർവകലാശാല VC ആയിരുന്നു, ദെൻ അണ്ണാമലൈ സർവകലാശാല VC ആയിരുന്നു, ബനാറസ് ഹിന്ദു സർവകലാശാല VC. ഈ പറയപ്പെട്ട യൂണിവേഴ്സിറ്റിയിലൊക്കെ VC പദവി വഹിച്ച വ്യക്തി കൂടിയാണ് തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള സർ CP രാമസ്വാമി അയ്യർ എന്ന് വ്യക്തമായി പഠിച്ചോണം. മാത്രമല്ല 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം സാധ്യമാക്കിയ തിരുവിതാംകൂർ ദിവാനെ ചോദിച്ചാലും ആരാ? സർ CP രാമസ്വാമി അയ്യറാണെന്ന് പഠിക്കുക. 1946 ഒക്ടോബർ മാസം 24 മുതൽ ഒക്ടോബർ മാസം 27 വരെ സംഘടിപ്പിക്കപ്പെട്ട പുന്നപ്ര വയലാർ സമരത്തിന്റെ കാരണക്കാരനെ ചോദിച്ചാൽ ആരാ? അതും സർ CP ആണ് അല്ലെ. അപ്പൊ അവിടെ കാരണമായി പറയുന്നത് സർ CP സ്വീകരിച്ച സ്വതന്ത്ര തിരുവിതാംകൂർ വാദവും അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരവുമാണ്. എന്താണ് സ്വതന്ത്ര തിരുവിതാംകൂർ വാദം? കാരണം CP ദിവാനായിരിക്കുന്ന അവസരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. നാളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാലും തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയില്ല, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവുകയില്ല എന്ന് പ്രഖ്യാപിച്ച ദിവാനാണ് ആര്? സർ CP. അതാണ് സ്വീകരിച്ച സ്വതന്ത്ര തിരുവിതാംകൂർ വാദം. രണ്ടാമത് അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം. ഓക്കെ, ഇതും നടപ്പിലാക്കുന്ന ആരാ? സർ CP ആണ്. അപ്പൊ ആ CPക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച മർദ്ദന നയങ്ങൾക്കെതിരെ പുന്നപ്ര വയലാർ സമരം നടക്കുന്നു. അതിനും കാരണക്കാരനാരാ? സർ CP ആണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ ഈ പറയപ്പെട്ട വ്യക്തിയിലേക്ക് വരുമ്പോൾ, CPയിലേക്ക് വരുമ്പോൾ PSC ആവർത്തനത്തോടു കൂടി ചോദിക്കുന്ന ഫാക്റ്റുകളാണെന്ന് കൂടി വ്യക്തമായി പഠിച്ചോളൂ. മാത്രമല്ലടാ, 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോഴും തിരുവിതാംകൂറിന്റെ ദിവാനെ ചോദിച്ചാൽ സർ CP രാമസ്വാമി അയ്യറാണ്. മാത്രമല്ല, ഈ പ്രസ്ഥാനം ദിവാൻ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച ദിവാനും ആര് തന്നെയാണ്? ഈ സർ CP രാമസ്വാമി അയ്യറാണെന്ന് കൂടി വ്യക്തമായിട്ട് പഠിച്ചോളും. ഓക്കെ അല്ലേ? ഇപ്പൊ മറ്റ് വ്യക്തികളിലേക്ക് വരുമ്പോൾ ഈ കേണൽ മൺട്രോ ആരുടെ ദിവാനായിരുന്നു? കേണൽ മൺട്രോ ആരുടെ ദിവാനായിരുന്നു? തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയായ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ദിവാനായിരുന്നു ആരെന്ന് പഠിച്ചോണം? കേണൽ മൺട്രോ എന്ന് പഠിച്ചോണം അല്ലെ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ആദ്യ ദിവാനാണ്. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാനാണ് ആരെന്ന് പഠിച്ചോണം? കേണൽ മൺട്രോ. ആരുടെ ദിവാനായിരുന്നു? ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ദിവാനായിരുന്നു. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാനും ആദ്യ റെസിഡന്റ് ദിവാനെ ചോദിച്ചാലും കേണൽ മൺട്രോയാണെന്ന് പഠിച്ചോണം അല്ലേ. എന്തുകൊണ്ട് റെസിഡന്റ് ദിവാൻ എന്ന് അറിയപ്പെട്ടു? ഒരേ സമയം റെസിഡന്റായും ദിവാനായും ചുമതല വഹിച്ച വ്യക്തിയാണ് കേണൽ മൺട്രോ. അതുകൊണ്ടാണ് ആദ്യ റെസിഡന്റ് ദിവാൻ എന്ന് വിളിച്ചു അല്ലെ. തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആണ്. തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ ബ്രിട്ടീഷ് റെസിഡന്റും തിരുവിതാംകൂറിന്റെ ആദ്യ ഇംഗ്ലീഷ് ദിവാനുമാണ് ആര് പഠിച്ചോണം? കേണൽ മൺട്രോ എന്ന് പഠിച്ചോണം. എന്നാൽ തിരുവിതാംകൂറിൽ മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാരാ? തിരുവിതാംകൂറിൽ മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഇംഗ്ലീഷുകാരനെ ചോദിച്ചാൽ അവിടെ ആൻസർ ME വാട്സ് ആണ് കേട്ടോ, മാറിപ്പോവല്ലേ. തിരുവിതാംകൂറിൽ മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാരാ? അത് ME വാട്സ് ആണ്. ME വാട്സ് ആരുടെ ദിവാനായിരുന്നു? പൂരാടം തിരുനാൾ റാണി സേതു ലക്ഷ്മി ഭായി. പൂരാടം തിരുനാൾ റാണി സേതു ലക്ഷ്മി ഭായിയുടെ ദിവാനായിരുന്നു ME വാട്സ്. അദ്ദേഹമാണ് തിരുവിതാംകൂറിൽ മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ആയി കേണൽ മൺട്രോയെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ? അതേ മുഴുനീള ദിവാനായിരുന്നില്ല, ഒരേ സമയം റെസിഡന്റ് ആയിരുന്നു, ദിവാനായിരുന്നു. എന്നാൽ ME വാട്സിലേക്ക് വരുമ്പോൾ മുഴുവൻ സമയ ദിവാനായിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചാൽ ME വാട്സിനെ നമുക്ക് ആൻസർ ആയി സ്വീകരിക്കാൻ പറ്റും. മാത്രമല്ല, ഈ റാണി സേതു ലക്ഷ്മി ഭായി ആണ് ദിവാൻ പദവി അലങ്കരിക്കുന്നതിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണ നായർ മേധാവിത്വം
അല്ലെ ബ്രാഹ്മണ നായർ മേധാവിത്വം അവസാനിപ്പിച്ച ഭരണാധികാരിയും ഈ പൂരാടം തിരുനാൾ റാണി സേതു ലക്ഷ്മി ഭായി ആണ്. തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ വനിതയാണ്. ആ ഒരു കുത്തക പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി രാജാ കേശവദാസിലേക്ക് വരുമ്പോ അല്ലെ വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട വ്യക്തി, ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി, ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി, ആലപ്പുഴ തടി ഡിപ്പോ ശില്പി, തിരുവനന്തപുരം ചാലക്കമ്പോളത്തിന്റെ ശില്പി, അല്ലെ നമ്മുടെ കേരളത്തിലെ MC റോഡ്, അല്ലെ കേരളത്തിലെ MC റോഡ് കേശവദാസപുരം മുതൽ അങ്കമാലി വരെ നീണ്ടു കിടക്കുന്ന MC റോഡ് അല്ലെങ്കിൽ SH1 സ്റ്റേറ്റ് ഹൈവേ 1, ആ MC റോഡിന്റെ നിർമ്മാണം ആരംഭിച്ച തിരുവിതാംകൂർ ദിവാനെ ചോദിച്ചാലും രാജാ കേശവദാസാണ്. ആരുടെ ദിവാനായിരുന്നു? തിരുവിതാംകൂർ ഭരിച്ച രണ്ടാമത്തെ ഭരണാധികാരിയും ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ട കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഏറ്റവും പ്രശസ്തനായ ദിവാനായിരുന്നു രാജാ കേശവദാസ്. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടു. ആരുടെ ദിവാനാടാ? കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഏറ്റവും പ്രശസ്തനായ ദിവാൻ രാജാ കേശവദാസ്. ഇനി വേലുത്തമ്പിയിലേക്ക് വന്നാലോ തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും അശക്തൻ, തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ദുർബലനായ ഭരണാധികാരി, നമ്മുടെ തിരുവിതാംകൂർ രാജ്യം ബ്രിട്ടീഷുകാരുടെ സഖ്യരാജ്യമായി മാറുമ്പോൾ ഭരണാധികാരി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, തിരുവിതാംകൂർ ഭരിച്ച മൂന്നാമത്തെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തനായ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. ആരാടാ? വേലുത്തമ്പി ദളവ. ആ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്ന 1809 ജനുവരി മാസം 11 ബ്രിട്ടീഷുകാർക്കെതിരെ സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി. തിരുവിതാംകൂറിൽ ആദ്യമായി സഞ്ചരിക്കുന്ന കോടതികൾ അവതരിപ്പിച്ച ദിവാൻ, നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ആദ്യകാല രൂപമായ ഹജൂർ കച്ചേരി കൊല്ലത്ത് സ്ഥാപിച്ച ദിവാൻ, നമ്മുടെ വേമ്പനാട് കായൽ ഉൾപ്പെടുന്ന പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ. ആ പാതിരാമണൽ ദ്വീപ് അറിയപ്പെട്ട പഴയകാല പേരും PSC ചോദ്യമാണ് അനന്ത പത്മനാഭൻ തോപ്പ്. എന്താടാ? അനന്ത പത്മനാഭൻ തോപ്പ്. PSC ചോദ്യമാണ്. പാതിരാമണൽ ദ്വീപിന്റെ പഴയകാല പേര് അനന്ത പത്മനാഭൻ തോപ്പ്. മാത്രമല്ല ഈ പറയപ്പെട്ട ആലങ്ങാട്, ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആഴ്ച ചന്തകൾ, ആലങ്ങാട്, തലയോലപ്പറമ്പ്, ചങ്ങനാശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആഴ്ച ചന്തകൾക്ക് തുടക്കം കുറിച്ച ദിവാൻ വേലുത്തമ്പി ദളവ. ഓക്കെ അല്ലേ? നമ്മുടെ ജയന്തനെതിരെ അവിട്ടം തിരുനാളിന്റെ സദസ്സിൽ മന്ത്രിയായിരുന്ന ജയന്തനെതിരെ നാട്ടുകൂട്ടമിളക്കം, എന്താണ് നാട്ടുകൂട്ടമിളക്കം എന്ന ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച വ്യക്തി വേലുത്തമ്പി ദളവ. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചോണേ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ ആദ്യമായി കൊണ്ടുവന്നു. സെക്രട്ടേറിയറ്റിന്റെ ആദ്യകാല രൂപമായ ഹജൂർ കച്ചേരി കൊല്ലത്ത് സ്ഥാപിച്ചു. പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ. അപ്പൊ ഓക്കെ അല്ലേ? ആഴ്ച ചന്തകൾക്ക് തുടക്കം കുറിച്ച ദിവാൻ. ഇതൊക്കെ വേലുത്തമ്പിയുമായി കണക്ട് ചെയ്ത് പഠിച്ചോണം. കുണ്ടറ വിളംബരം നിങ്ങൾക്കറിയാം 1809 ജനുവരി മാസം 11 കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം സാക്ഷിയാക്കിക്കൊണ്ട് അതിന്റെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ബ്രിട്ടീഷുകാർക്കെതിരെ പരസ്യമായ സമരപ്രഖ്യാപനം, അതായിരുന്നു കുണ്ടറ വിളംബരം. ഓക്കെ, വേലുത്തമ്പി ദളവ. ഓക്കെ, വ്യക്തമായി പഠിച്ചോണം. ജീവത്യാഗം ചെയ്യുന്നത് മണ്ണടിയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ അത്തരത്തിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കുമ്പോൾ CP രാമസ്വാമി എന്ന് പഠിച്ചോണം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം, ശ്രദ്ധിച്ചോളാം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓക്കെ, 2024 കേരള PSC ചോദിച്ച ഒരു ചോദ്യമാണ് ശബരി ആശ്രമം. ഈ ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ A കോഴിക്കോട്, ഓപ്ഷൻ B കണ്ണൂർ, ഓപ്ഷൻ C പാലക്കാട്, ഓപ്ഷൻ D തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു, ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എവിടെയാണടാ ശബരി ആശ്രമം ലൊക്കേറ്റ് ചെയ്യുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ശബരി ആശ്രമം കോഴിക്കോടാണോ, കണ്ണൂരാണോ, പാലക്കാടാണോ, അതോ തിരുവനന്തപുരത്താണോ ശബരി ആശ്രമം? ഓക്കെ, പറഞ്ഞോളൂ. യെസ്, കറക്റ്റ്. എവിടെയാ? പാലക്കാട് ജില്ലയിലാണ്. ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ. പാലക്കാട് ജില്ലയിലാണ് ഈ ശബരി ആശ്രമം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ശബരി ആശ്രമത്തിന്റെ പ്രത്യേകത, ഇത് കേരളത്തിലെ സബർമതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആശ്രമമാണ്. സബർമതി ഓഫ് കേരള, കേരളത്തിലെ
സബർമതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആശ്രമമാണ് ഈ ശബരി ആശ്രമം. ഈ ആശ്രമത്തെ കേരളത്തിലെ സബർമതി എന്ന് വിശേഷിപ്പിച്ചത് മറ്റാരുമല്ലടാ, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി തന്നെയാണ്. കാരണം ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു എന്ന് നമ്മൾ വ്യക്തതയോടുകൂടി പഠിക്കാറുണ്ട്. 5 തവണയാണ്, 5 പ്രാവശ്യമാണ്. അങ്ങനെ 5 തവണ അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ 3 തവണയും ഗാന്ധിജി ഈ ആശ്രമം സന്ദർശിക്കുന്നു എന്ന് ചരിത്രം. 3 തവണയും ഈ ആശ്രമം സന്ദർശിക്കുന്നുണ്ട്. ഏത്? ഈ പാലക്കാട് കേന്ദ്രീകരിച്ച ശബരി ആശ്രമം സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ ആ അവസരത്തിലാണ് ഇദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചു ഇത് കേരളത്തിലെ സബർമതി എന്ന്. അപ്പൊ ഗാന്ധിജി പോലും വളരെ പ്രാധാന്യം കൊടുത്ത ഒരു ആശ്രമമാണ് ശബരി ആശ്രമം. ഓക്കെ, അപ്പൊ ഈ ജില്ലയുടെ പാലക്കാട്. അപ്പൊ ഗാന്ധിജിയാണ് കേരളത്തിലെ സബർമതി എന്ന് വിശേഷിപ്പിച്ചു. എന്താ ഈ ആശ്രമത്തിന്റെ പ്രത്യേകത? ഇത് ഹരിജൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണികഴിപ്പിക്കപ്പെട്ട ഒരു ആശ്രമമാണ് ശബരി ആശ്രമം. ഹരിജൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. ഇതാരാ രൂപീകരിച്ചത്? നമ്മുടെ TR കൃഷ്ണസ്വാമി അയ്യർ. വ്യക്തമായി പഠിച്ചോണേ. TR കൃഷ്ണസ്വാമി അയ്യർ നേതൃത്വത്തിലാണ് പാലക്കാട് കേന്ദ്രീകരിച്ച് ശബരി ആശ്രമം സ്ഥാപിക്കുന്നു. ആർക്ക് വേണ്ടി? ഹരിജൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അപ്പൊ ആരാ സ്ഥാപകൻ? TR കൃഷ്ണസ്വാമി അയ്യർ എന്ന് വ്യക്തമായി പഠിച്ചോണം. ഈ TR കൃഷ്ണസ്വാമി അയ്യറിലേക്ക് വരുമ്പോൾ PSC ചോദിക്കുന്ന ഒട്ടനവധി ഫാക്റ്റുകളുണ്ട്. അതുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ശബരി ആശ്രമത്തിന്റെ സ്ഥാപകനാണ് TR കൃഷ്ണസ്വാമി അയ്യർ എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഈ TR കൃഷ്ണസ്വാമി അയ്യരെയും ഗാന്ധിജിയും തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഫാക്റ്റ് ഉണ്ട്. ഗാന്ധിജി ആരംഭിച്ച ഒരു പ്രമുഖ പത്രമാണ് യങ് ഇന്ത്യ എന്ന പത്രം. ഏതാണ്? യങ് ഇന്ത്യ. ഈ പത്രത്തിന്റെ മാതൃകയിൽ ഈ TR കൃഷ്ണസ്വാമി അയ്യർ ഒരു പത്രം തുടങ്ങി വെച്ചു. ഓക്കെ, ഒരു പത്രം ആരംഭിച്ചു. ആ പത്രം അറിയപ്പെട്ട പേരാണ് യുവഭാരതം. എന്താണ്? യുവഭാരതം. അപ്പൊ യുവഭാരതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് ആര്? TR കൃഷ്ണസ്വാമി അയ്യർ. എന്താണ് ആ പത്രത്തിന്റെ പ്രത്യേകം ചോദിച്ചാൽ, ഇത് ഗാന്ധിജി നേതൃത്വം കൊടുത്ത യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിലാണ് ഈ ഒരു പത്രം ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മോഡൽ എന്ന് പറയുമ്പോൾ ഈ 2026 മുടക്കം കൂടാതെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പത്രവും ഈ യങ് ഇന്ത്യ മാതൃകയിൽ തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികളായ നിങ്ങൾക്ക് കിട്ടിച്ചു കഴിഞ്ഞു അല്ലെ, ലഭിച്ചു കഴിഞ്ഞു. ഏതാ പത്രം? യെസ്, KP കേശവ മേനോൻ 1923 കോഴിക്കോട് നിന്ന് ആരംഭിച്ച് 1930 ദിനപത്രമായി മാറിയ മാതൃഭൂമിയും ഏതിന്റെ മാതൃകയിൽ തന്നെയാണ്? യങ് ഇന്ത്യ മാതൃകയിൽ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, 1923 KP കേശവ മേനോൻ കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രമാണ്. 1930 ഈ മാതൃഭൂമി ഡെയിലി ന്യൂസ് പേപ്പറായി ദിനപത്രമായിട്ട് മാറ്റപ്പെടുന്നു. അത് PSC ഓൾറെഡി ചോദ്യമാണ്. മാതൃഭൂമി ഏത് വർഷം മുതലാണ് ദിനപത്രമായിട്ട് മാറ്റപ്പെട്ടു? ഓക്കെ, അത് വ്യക്തതയോടുകൂടി പഠിച്ചോണം. അപ്പൊ യങ് ഇന്ത്യ മോഡലിൽ ആരംഭിച്ച പത്രങ്ങളാണ്. 1 യുവഭാരതം, അത് TR കൃഷ്ണസ്വാമി അയ്യർ. 2 മാതൃഭൂമി, KP കേശവ മേനോനാണെന്ന് വ്യക്തമായി പഠിക്കുക. വീണ്ടും നമുക്ക് TR കൃഷ്ണസ്വാമി അയ്യറിലേക്ക് വന്നാൽ 1923 നമ്മുടെ KPCC സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. എവിടെ വെച്ച്? പാലക്കാട് വെച്ച്. 1923 രണ്ടാം KPCC സമ്മേളനം. ആ KPCC സമ്മേളനത്തിന്റെ അധ്യക്ഷനെ നമ്മൾ പഠിക്കാറുണ്ട്. സരോജിനി നായിഡുവാണ്. ആരാണ്? സരോജിനി നായിഡുവാണ് ആ പറയപ്പെട്ട സമ്മേളനത്തിൽ അധ്യക്ഷ. എന്നാൽ ആ KPCC സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകനായി, മെയിൻ ഓർഗനൈസറായി പ്രവർത്തിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവിനെ ചോദിച്ചാൽ അവിടെയും നിങ്ങൾ സ്വീകരിക്കേണ്ട ആൻസർ TR കൃഷ്ണസ്വാമി അയ്യറാണ്. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യറാണ് 23 പാലക്കാട് വെച്ച് സംഘടിപ്പിച്ച രണ്ടാം KPCC സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകൻ. തീർന്നില്ല. ഈ KPCC സമ്മേളനം 1923 ആദ്യമായി മിശ്ര ഭോജനം അഥവാ ഇന്റർ ഡൈനിങ് സംഘടിപ്പിച്ചു. മിശ്ര ഭോജനം അഥവാ ഇന്റർ ഡൈനിങ്. ആ മിശ്ര ഭോജനം സംഘടിപ്പിച്ച അവസരത്തിൽ ഈ പ്രധാന സംഘാടകനായ TR കൃഷ്ണസ്വാമി അയ്യർ അതിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട്
സവർണനായ ഈ വ്യക്തിയെ സ്വന്തം സമുദായത്തിൽ നിന്ന് സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചു പുറത്താക്കി. ഓക്കെ, അപ്പൊ 23-ൽ KPSCC ആഭിമുഖ്യത്തിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കാളിയായി എന്ന കാരണം കൊണ്ട് സ്വന്തം സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ് TR കൃഷ്ണസ്വാമി അയ്യർ എന്ന് വ്യക്തമായി പഠിച്ചോണം. ഓക്കെ, ഇതും കേരള PSC ചോദ്യമായിട്ട് വരും. മാത്രമല്ല നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം അല്ലെ, ഗാന്ധിജി ദേശീയ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ആ ഉപ്പ് സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ വേദിയായപ്പോൾ ആ ഉപ്പ് സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ ജാഥ സംഘടിപ്പിച്ച വ്യക്തി കൂടിയാണ് TR കൃഷ്ണസ്വാമി അയ്യർ. PSC റിപ്പീറ്റഡ് ഫാക്റ്റ് ആണ്, വ്യക്തമായി പഠിച്ചോ. ഉപ്പ് സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ ജാഥ സംഘടിപ്പിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? അതും TR കൃഷ്ണസ്വാമി അയ്യർ ആണെന്ന് വ്യക്തമായി പഠിച്ചോളാം. അപ്പൊ ഇതൊക്കെ പല അവസരങ്ങളിലായി പല ഘട്ടങ്ങളിലായി കേരള PSC ആവർത്തനത്തോടു കൂടി ചോദിച്ച ചോദ്യങ്ങളാണ്, ഫാക്റ്റുകളാണ്. പക്ഷെ ഉദ്യോഗാർത്ഥികളായ നമ്മൾ ഈ ഒരു ഫാക്റ്റുകൾക്കൊന്നും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ ആവർത്തനത്തോടു കൂടി വരുന്നു. പക്ഷെ നമുക്ക് ആവർത്തനത്തോടു കൂടി വന്നിട്ടും ഈ ചോദ്യങ്ങളൊന്നും ആൻസറിലേക്ക് ചെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? വ്യക്തമായ ഒരു PYQ വർക്കൗട്ട് നമുക്ക് അവിടെ അത്യാവശ്യമാണ്. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ കമ്പൽസറി ആയി നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ PYQ വർക്കൗട്ട്. വ്യക്തമായി പഠിച്ചോളാം. ഓക്കെ അല്ലേടാ? അപ്പൊ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണെന്ന് വ്യക്തമായി പഠിച്ചോളാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചു. അടുത്ത ചോദ്യം, 1821-ൽ രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണമാണ് അവിടെ ചോദിച്ചത്. ഓക്കെ, പക്ഷേ ഈ ചോദ്യത്തിൽ ഒരു പിശകുണ്ട് അല്ലേ? ഈ ചോദ്യത്തിൽ ഒരു പിശകുണ്ട്. പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് കിട്ടത്തില്ല. ഇത് 2024 ചോദിച്ച ഒരു ചോദ്യമാണ്. 1821-ൽ രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപം. നമുക്കറിയാം, കുറിച്യർ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാന ഗോത്ര വർഗ കലാപമാണ് കുറിച്യർ കലാപം അല്ലേ? അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് പ്രസ്താവന. ആ ഒരു പിശക് മാറ്റി നിർത്തിയാൽ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ രാമനമ്പി നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണം: 1, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. 2, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. 3, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതിൽ ഏതാണ് കുറിച്യർ കലാപത്തിന്റെ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ 1ഉം 2ഉം ശരിയാണ്. B 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ C 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ D 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പൊ ഈ രീതിയിലാണ് പ്രസ്താവനകൾ ഓപ്ഷൻസുകളും തന്നിട്ടുള്ളത്. പക്ഷേ ചോദ്യത്തിലെ പിശക് വർഷം തെറ്റായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വർഷം എന്താണ്? 1821 അല്ല, അവിടെ വരേണ്ട വർഷം 1812 ആണ്. ഓക്കെ, അപ്പൊ 1812 ആണ്. അപ്പൊ ആ ഒരു പിശക് മാറ്റി നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യത്തിലേക്ക് ആൻസറിലേക്കും വരാം. ഇനി പറ, രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ പറയപ്പെട്ട ഏത് കാരണങ്ങളൊക്കെയാണ് ഉൾപ്പെടുന്നത്? അവിടെ ഈ 3 കാരണങ്ങളും നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? അതായത് അമിതമായ നികുതി. ശ്രദ്ധിച്ചോണേ, അമിതമായ നികുതി അതിനകത്ത് കാരണമാകുന്നുണ്ട്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് കാരണമായി മാറുന്നുണ്ട്. നികുതി അടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടി കൃഷിഭൂമികൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ ഓപ്ഷൻ D ആണ് ശരിയായ ആൻസർ. 1ഉം 2ഉം 3ഉം ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അതായത് 3 പ്രസ്താവനകളും ഏതുമായി ബന്ധപ്പെട്ട് ശരിയാണ്? കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തന്നെയാണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ വർഷം മാത്രം ഒന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യത്തിന്റെ പിശക് പരിഹരിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ കുറിച്യർ കലാപത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷുകാർ കേരളത്തിൽ നേരിട്ട പ്രധാന ഗോത്ര വർഗ കലാപമാണ് കുറിച്യർ കലാപം എന്ന് ഞാൻ വിശേഷിപ്പിച്ചു. മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യത്തെ ഗിരിവർഗ കലാപം കൂടിയാണ് നമ്മുടെ കുറിച്യർ കലാപം. ഓക്കെ, അപ്പൊ കുറിച്യർ കലാപത്തിലേക്ക് വരുമ്പോൾ ഈ കുറിച്യർ കലാപം ആരംഭിച്ച വർഷം എന്നാ? 1812 മാർച്ച് മാസം 25-നാണ്. 1812
മാർച്ച് മാസം 25. ഇത് പല ഉദ്യോഗാർത്ഥികളും ഡേറ്റ് പഠിക്കാറില്ല. അത് മെയ് മാസമായിട്ട് തെറ്റിദ്ധരിച്ചൊക്കെയാണ് പഠിച്ചു വെക്കുന്നത്. അപ്പം അതുകൊണ്ട് വ്യക്തമായി പഠിച്ചോണം. 1812 മാർച്ച് മാസം 25 കുറിച്യർ കലാപം ആരംഭിക്കുന്നു. 1812 മാർച്ച് 25. ഓക്കെ. ഈ കലാപം അടിച്ചമർത്തപ്പെട്ട വർഷമാണ് 1812 മെയ് മാസം 8. അപ്പം അതാണ് ആ മെയ് 8 ആ മെയ് മാസമാണ് പല ഉദ്യോഗാർത്ഥികളും തെറ്റിദ്ധരിച്ച് പഠിക്കാറുള്ളത്. അതുകൊണ്ട് കൃത്യതയോടുകൂടി പഠിച്ചോണം. ആരംഭിക്കുന്നത് 1812 മാർച്ച് 25 ഇത് അടിച്ചമർത്തപ്പെട്ടത് 1812 മെയ് മാസം 8 കൃത്യതയോടുകൂടി പഠിച്ചോണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആ കുറിച്യർ കലാപം പൂർണ്ണമായി ഞാൻ പറഞ്ഞു വയനാട് ജില്ല കേന്ദ്രീകരിച്ചാണ്. പഴശ്ശി കലാപങ്ങൾക്ക് ശേഷം ഈ ഒരു വിഭാഗത്തെ പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിട്ടീഷുകാർ ഈ ഒരു പ്രകോപനം അവരിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. കാരണം നമ്മുടെ പഴശ്ശി കലാപങ്ങളിൽ പഴശ്ശിയെ വ്യക്തമായ സപ്പോർട്ട് നൽകിയ ഒരു വിഭാഗമാണ് ഈ കുറിച്യർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം. അതുകൊണ്ട് തന്നെ പഴശ്ശി വധിക്കപ്പെടുന്നതോടുകൂടി ഈ ഗോത്ര ജനതയെ ഒന്നടങ്കം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ പല രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഈ പറയപ്പെട്ട നികുതിയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ. അപ്പോൾ അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജില്ലാ കളക്ടറായിട്ടുള്ള തോമസ് വാർഡൻ എന്ന വ്യക്തിയാണ്. തോമസ് ഹാർവേ ബാമ്പർ അല്ല, തോമസ് വാർഡൻ എന്ന വ്യക്തിയാണ് ഈ ഒരു വിഭാഗത്തിന്മേൽ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഇനി നിങ്ങളുടെ വിഭവങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്, മറിച്ച് നിങ്ങൾ നികുതി പണമായി തന്നെ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, അതൊരിക്കലും ഗോത്ര ജനതയെ കൊണ്ട് സാധ്യമല്ല എന്ന് ആർക്കറിയാം? ബ്രിട്ടീഷുകാർക്കറിയാം. എന്നിരുന്നാലും ഈ ഒരു വ്യക്തമായ കണിശമായ ഒരു തീരുമാനം ബ്രിട്ടീഷുകാർ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നികുതി എന്തായി തന്നെ അടയ്ക്കണം, പണമായി തന്നെ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, അതുമാത്രമല്ല ഈ ഒരു വിഭാഗം ചെയ്തിരുന്ന അവർ പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്ന വെട്ടിച്ചുട്ട് കൃഷി, വെട്ടിച്ചുട്ടു കൃഷി, ഇതിന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, അനുമതി നിഷേധിക്കുന്നുണ്ട്. ഇതും ഒരു കാരണമായി മാറുന്നുണ്ട്. വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതും ഒരു കാരണമായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഇങ്ങനെ നികുതി അടയ്ക്കാൻ പറ്റാതെ വന്നതോടുകൂടി ഈ ഗോത്രവർഗക്കാരുടെ കൃഷിഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ തുടങ്ങിയതാണ്. അവരുടെ നിലനിൽപ്പിനെ ബാധിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ അവർ എന്ത് ചെയ്തു, പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ പ്രക്ഷോഭത്തിൽ കുറുമ്പർ എന്ന ഗോത്ര വിഭാഗം കൂടി പങ്കാളിയായി. അതാണ് എന്തായി മാറി, കുറിച്യർ കലാപം. അതിലെ പ്രധാന നേതാവാണ് രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ രാമമൂപ്പൻ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം ഈ കലാപത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ്. ആര്? രാമനമ്പി അഥവാ രാമമൂപ്പൻ എന്ന് വ്യക്തമായി പഠിച്ചോണം. ഇവിടെ ഉയർത്തപ്പെട്ട മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു കലാപം ഒരു ചെറിയൊരു കലാപമായിരുന്നില്ല. അതാര് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? തലശ്ശേരി സബ് കളക്ടറായ TH ബാബർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് സാധിച്ചിരുന്നു എങ്കിൽ ഈ ഒരു രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറയുന്നുണ്ട്. ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ നിയന്ത്രണം, ഈ പറയപ്പെട്ട രാജ്യത്തിന് നിയന്ത്രണം ആരിലായേനെ? കുറിച്യർ എന്ന് പറയുന്ന വിഭാഗത്തിന്മേൽ ആയേനെ. അത്രത്തോളം ഒരു പ്രതിരോധമാണ് ഈ വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ തീർത്തത്. അതാണ് എന്തായി മാറി, കുറിച്യർ കലാപം. അപ്പോൾ ആരംഭിച്ച വർഷം 1812 മാർച്ച് 25 ഇത് അവസാനിക്കുന്നു, അടിച്ചമർത്തുന്നു 1812 മെയ് 8 കൂടി വ്യക്തമായി പഠിച്ചോണം. അവർ പരമ്പരാഗതമായി സ്വീകരിച്ചു വന്ന കൃഷി സമ്പ്രദായമാണ് വെട്ടിച്ചുട്ട് കൃഷി എന്ന് പഠിച്ചു വെച്ചോണം. ഓക്കെ അല്ലേടാ? അപ്പോൾ ആ ഒരു പെശക് മാറ്റി വെച്ചാൽ നമുക്ക് ഈ പറയപ്പെട്ട ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, 2024 കേരള PSC ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഇത് 2024 PSC ചോദിച്ച ചോദ്യമാണ്. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ഓപ്ഷൻ എ കേരള കൗമുദി, ഓപ്ഷൻ ബി കേരള സഞ്ചാരി, ഓപ്ഷൻ സി
മിതവാദി, ഓപ്ഷൻ ഡി കേരള പത്രിക. ഓക്കെ, ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഏതാണ് പത്രം? യെസ്, ഓപ്ഷൻ സി മിതവാദിയാണ് പത്രം. ഓക്കെ, ബൈബിൾ ഓഫ് തിയാസ് എന്നും ബൈബിൾ ഓഫ് സോഷ്യലി ഡിപ്രസ്ഡ് ക്ലാസ് എന്നും അറിയപ്പെടുന്നത് മിതവാദിയാണ്. തീയന്മാരുടെ ബൈബിൾ എന്നും ഈ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടതുപോലെ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം കൂടിയാണ് ഇത് മിതവാദി എന്ന പത്രം. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് മിതവാദി. നമുക്ക് പെട്ടെന്ന് നോക്കാം, ശ്രദ്ധിച്ചു. ഈ മിതവാദി എന്ന് പറയുന്ന പത്രം ആരംഭിക്കുന്ന വർഷം 1907 ശ്രദ്ധിച്ചോടെ, 1907 ആരംഭിച്ച പത്രമാണ്. എവിടെ നിന്നാ? കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് മിതവാദി. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് മിതവാദി. മിതവാദിയുടെ സ്ഥാപകൻ ആരും ചോദിച്ചാൽ ടി ശിവശങ്കരനാണ്. പഠിച്ചോണേ, ടി ശിവശങ്കരൻ എന്ന വ്യക്തിയാണ്. ടി ശിവശങ്കരൻ എന്ന വ്യക്തിയാണ് 1907 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കേന്ദ്രീകരിച്ച് മിതവാദി എന്ന പത്രം ആരംഭിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി കേന്ദ്രീകരിച്ച് മിതവാദി എന്ന പത്രം ആരംഭിക്കുന്ന ആരാടാ? ടി ശിവശങ്കരനാണ്. ഓക്കെ, 1907 കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരംഭിച്ച, തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച ഈ പത്രത്തിന്റെ ആദ്യ പത്രാധിപരാണ് മൂർക്കോത്ത് കുമാരൻ. ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ഈ മൂർക്കോത്ത് കുമാരൻ പത്രാധിപരായി, എഡിറ്ററായി ചുമതല വഹിക്കുമ്പോഴാണ് നമ്മുടെ കുമാരനാശാൻ എഴുതിയ വീണപൂവ് ഈ പത്രത്തിലൂടെ ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നു അല്ലേ? വീണപൂവ് ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പത്രം ചോദിച്ചാൽ ഏതാ? മിതവാദിയാണ്. ഏത് വർഷം? 1907. ആര് എഡിറ്റർ ആയിരിക്കുമ്പോ? മൂർക്കോത്ത് കുമാരൻ എഡിറ്റർ ആയിരിക്കുമ്പോ ഈ ഒരു പത്രത്തിലൂടെ ഇതാദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നു. എന്നാൽ കുമാരനാശാൻ എഴുതിയ വീണപൂവ് ആദ്യമായി പുനഃപ്രസിദ്ധീകരണം നടത്തിയ മാസിക, കുമാരനാശാൻ എഴുതിയ വീണപൂവ് ആദ്യമായി പുനഃപ്രസിദ്ധീകരണം നടത്തിയ മാസിക ചോദിച്ചാൽ അത് ഭാഷാ പോഷിണി മാസികയാണ്. ഏതാണ്? ഭാഷാ പോഷിണി മാസികയാണ്. ഏതാണ്? ഭാഷാ പോഷിണി മാസികയിലാണ് ഇതാദ്യമായി പുനഃപ്രസിദ്ധീകരണം നടത്തപ്പെട്ടു. അതായത് ഈ ഭാഷാ പോഷിണി മാസിക എന്നത് ഭാഷാ പോഷിണി സഭയുടെ മുഖപത്രമാണ്. ഭാഷാ പോഷിണി സഭയുടെ മുഖപത്രമാണ്. എന്താണ് ഈ ഭാഷാ പോഷിണി സഭ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ ആദ്യത്തെ കൂട്ടായ്മയാണ്. കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ ആദ്യ കൂട്ടായ്മയാണ് ഈ ഭാഷാ പോഷിണി സഭ. ഇത് സ്ഥാപിക്കുന്നത് മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകനായ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ആ കണ്ടത്തിൽ വർഗീസ് മാപ്പിള രൂപീകരിച്ച ഭാഷാ പോഷിണി സഭ പുറത്തിറക്കുന്ന മുഖപത്രമാണ്, മൗത്ത് പീസാണ് ഭാഷാ പോഷിണി മാസിക. ഇതിലൂടെയാണ് വീണപൂവ് ആദ്യമായി പുനഃപ്രസിദ്ധീകരിക്കുന്നു. എന്നാൽ ആദ്യമായി അച്ചടിച്ച പത്രം മിതവാദി. അങ്ങനെ 1907 ആരംഭിച്ച ഈ പത്രം 1913 കൂടി ആരേറ്റെടുത്തു? സി കൃഷ്ണൻ ഏറ്റെടുക്കുന്നു. 1913 ശേഷം സി കൃഷ്ണൻ നേതൃത്വത്തിൽ ഇതെവിടെ നിന്ന് പുനരാരംഭിച്ചു? കോഴിക്കോട് നിന്ന് പുനരാരംഭിച്ചു. ശേഷമാണ് ആ പത്രത്തിന്റെ പേരിൽ അദ്ദേഹം പ്രശസ്തി ആർജിക്കുന്നു. അങ്ങനെ അദ്ദേഹം അറിയപ്പെട്ടു മിതവാദി സി കൃഷ്ണൻ. ക്ലിയർ? മിതവാദി സി കൃഷ്ണൻ എന്ന് വിളിക്കപ്പെട്ടു. മിതവാദി എന്നറിയപ്പെട്ട നവോത്ഥാനകൻ സി കൃഷ്ണൻ. അപ്പൊ അദ്ദേഹം 1913 ഈ പത്രം ഏറ്റെടുക്കുന്നു. അതിലൂടെയാണ് ഈ ഒരു വിശേഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നു, മിതവാദി. വ്യക്തമായി പഠിച്ചോണം. 1907 സ്ഥാപകൻ ടി ശിവശങ്കരനാണ്. ക്ലിയർ? ആദ്യ പത്രാധിപരാണ് മൂർക്കോത്ത് കുമാരൻ. എന്നാൽ മിതഭാഷി എന്നൊരു പത്രത്തെ കുറിച്ച് കൂടി നിങ്ങൾ പഠിച്ചോണം. മിതഭാഷി. ഈ മിതഭാഷി എന്ന പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാളി ഉമോറിലിടാം. ഈ മലയാളി ഉമോറിലുമായി ബന്ധപ്പെട്ട് മലയാളി ഉമോറിൽ എഴുതി തയ്യാറാക്കിയതാരാ? സി വി രാമൻ പിള്ളയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അദ്ദേഹം എഡിറ്റോറിയൽ രൂപത്തിൽ ഒരു പത്രത്തിലൂടെ എഴുതി പ്രസിദ്ധീകരിച്ചു. ആ പത്രമാണ് മിതഭാഷി. ഓക്കെ, മലയാളി ഉമോറിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സി വി രാമൻ പിള്ള നേതൃത്വത്തിൽ എഡിറ്റോറിയലുകളായി എഴുതി പ്രസിദ്ധീകരിച്ച പത്രമാണ് മിതഭാഷി. പിന്നീട് ഈ എഡിറ്റോറിയലെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുസ്തകമാക്കി മാറ്റുന്നുണ്ട്. അതാണ് വിദേശീയ മേധാവിത്വം. എന്താണ്?
വിദേശീയ മേധാവിത്വം എന്ന പുസ്തകം, ഇതൊക്കെ വ്യക്തമായി PSC റിപ്പീറ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഇത് നമ്മുടെ മിതവാദിയാണെന്ന് വ്യക്തമായി പഠിച്ചോളാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ VFA മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ഫാക്റ്റുകളും നിങ്ങളിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും ഇതുപോലുള്ള ഈ പറയപ്പെട്ട PYQ നമ്മുടെ അധ്യായവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളിലേക്ക് മുടങ്ങാതെ എത്തൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നു. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, താങ്ക് യു.